നമസ്കാരം. ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള നിർമ്മിതി കൊണ്ട് ഇന്നും മനുഷ്യരെ അതിശയിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന, കാലത്തെ അതിജീവിക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ തഞ്ചാവൂർ യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരാണ് കേട്ടോ, ഞാനും എൻ്റെ ഇളയ മകനും. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഡെയിലി റണ്ണിങ് ട്രെയിനാണ്. ഇവിടെ നിന്ന് രാത്രി 10:20 പുറപ്പെട്ട് രാവിലെ 9 മണിക്ക് ശേഷം തഞ്ചാവൂർ എത്തുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂരെത്തി. ഒരു 8 മിനിറ്റോളമായിട്ട് ലേറ്റായിരുന്നു. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ തഞ്ചാവൂർ. അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ അവിടെ തന്നെ ക്ലോക്ക് റൂമുണ്ട്, നമുക്ക് ഫ്രഷ് ആവാനുള്ള, പൈസ കൊടുത്തിട്ട് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു, രാംനാഥ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അത് ചെക്ക് ഇൻ ടൈം 12 മണിയായിരുന്നു. അപ്പോൾ വീണ്ടും 2 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ ആ 2 മണിക്കൂർ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ധാരണയിൽ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ആര്യഭവൻ. അത് ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ പല വ്ളോഗേഴ്സും പറയുന്നത് കേട്ടിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന്, നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ രണ്ടുപേരും, ഒരാൾ മസാല ദോശയും ഒരാൾ പൂരി മസാലയും 2 കോഫിയും, ഇത്രയുമാണ് കഴിച്ചത്. ഇത്രയും കഴിച്ചതിന് 400 രൂപയോളമായി. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം ഓക്കെ. ഇത് തന്നെ വേറെയും അവിടെ ചെറിയ ഹോട്ടലുകൾ നമ്മൾ നടന്ന് നോക്കുകയാണെങ്കിൽ കാണും കേട്ടോ. അതുപോലെ വഴിയരികിൽ ദോശയൊക്കെ ഉണ്ടാക്കി, പൂരിയൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ സെർവ് ചെയ്യുന്നതുണ്ട്. അവിടെയൊന്നും ഇത്രയും പൈസ വരില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ, പൂരിയുടെ കൂടെ മസാലക്കറി, പിന്നെ കോക്കനട്ട് ചട്നി, അതുപോലെ മസാല ദോശയുടെ കൂടെ എന്തായാലും തമിഴ്നാട്ടിൽ ഒരുപാട് ചട്നികൾ ഉണ്ടാവുമല്ലോ. കോക്കനട്ട് ചട്നി ഉണ്ടായിരുന്നു, റെഡ് ചട്നി, ഗ്രീൻ ചട്നി, അതുകൂടാണ്ട് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ചട്നി പൗഡർ ഉണ്ടായിരുന്നു, അതായത് ഗാർലിക് പൊടി ഉണ്ടായിരുന്നു, ഇഡ്ഡലിപ്പൊടി. അപ്പോൾ അതിൻ്റെ കൂടെ അവർ എണ്ണയും വെച്ചിരുന്നു. എണ്ണ ഒഴിച്ച് ചാലിച്ച് നമുക്ക് കഴിക്കാം. എന്തായാലും അതൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കോഫിയും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും സമയമുണ്ടല്ലോ. അപ്പോൾ 12 മണിക്കുള്ളിൽ നമുക്ക് എന്ത് കാണാം. എന്തായാലും ആ സമയത്ത് ടെമ്പിളിൽ പോകാൻ പറ്റില്ല. ആ സമയത്ത് ആരും ടെമ്പിളിൽ പോകരുത്, പൊരി വെയിലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പോയത് സരസ്വതി മഹൽ, അതുപോലെ പാലസ്, മറാത്ത പാലസ്, ഇതൊക്കെ അടുത്തടുത്ത് തന്നെയുള്ളു. അപ്പം നമുക്ക് അവിടേക്ക് പോവാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ, പക്ഷേ അവിടെ നോട്ടമൊന്നും പിടിച്ചില്ല. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് നടന്ന് പോകാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ സാവധാനം നടന്നു പോകുമ്പോൾ നമുക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും ആ സ്ഥലത്ത് വന്നിരിക്കുന്നത്, അപ്പോൾ പരമാവധി അവിടെയൊക്കെ നമുക്ക് കണ്ടുപോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടന്നു പോവുകയാണ് ചെയ്തത്. നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അത് ടെമ്പിളിൻ്റെ അടുത്താണ്, ശ്രീകൃഷ്ണ ഭവൻ. അത് വഴിയേ പറയാം കേട്ടോ, അവിടെ കോംബോ ഓഫറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ പിന്നെയും 2 മണിക്കൂർ സമയമുണ്ട്. 12 മണിക്കാണ് നമ്മൾ ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ് ഹോട്ടൽ രാംനാഥ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും ഈ 2 മണിക്കൂർ വെറുതെ കളയണ്ടല്ലോ. ആ സമയം നമുക്ക് എവിടെയെങ്കിലും കാണാൻ വിനിയോഗിക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങളങ്ങനെ നടക്കുകയാണ് ചെയ്തത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 1.5 കിലോമീറ്ററിനുള്ളിലാണ് മറാത്ത പാലസും പിന്നെ സരസ്വതി മഹൽ ലൈബ്രറി ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്, ആ പാലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങോട്ട് നടക്കാം വിചാരിച്ചിട്ട് ഞങ്ങൾ സാവധാനം നടന്നു പോവുകയാണ് ചെയ്തത്. നമ്മൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ കഴിയുമെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്നതായിരിക്കും നമുക്ക് ആ ഒരു സ്ഥലപരിചയമൊക്കെ കിട്ടാനായിട്ട് നല്ലത്. പക്ഷേ കാലാവസ്ഥയും കൂടെ അനുകൂലമായിരിക്കണം. പ്രത്യേകിച്ച് തഞ്ചാവൂർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നവംബർ അവസാനമോ ഡിസംബറിലോ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഞങ്ങൾ വന്ന സമയത്ത് വലിയ ചൂടൊന്നുമില്ല. മാത്രമല്ല ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചൂടിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഈ തഞ്ചാവൂർ എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നഗരം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ മുക്കിലും മൂലയിലും ഒക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം. ചെറിയ കോവിലും വലിയ കോവിലും ഒക്കെ ആയിട്ട് കാലപ്പഴക്കം ചെന്ന കോവിലുകളാണ് കൂടുതലും കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു മരത്തിൽ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിലെത്തി. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ആനകളുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിയുന്നത് പാലസിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ആ വഴിയിൽ 2 സൈഡിലും മതിലുകളുണ്ട്. ആ മതിലുകളിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പാലസിലേക്ക് പ്രവേശിക്കാൻ. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് 30 രൂപയാണെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സരസ്വതി മഹൽ ലൈബ്രറിയിലേക്കാണ് പോയത്. വളരെ മനോഹരമായൊരു എൻട്രൻസ് ഒക്കെയാണ്. ഏഷ്യയിലെ തന്നെ വളരെ പ്രശസ്തമായ പുരാതന പുസ്തകങ്ങളും അതുപോലെ പഴയ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ നിരവധിയുള്ള ഒരു ലൈബ്രറിയാണിത്. ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല, എങ്കിലും നമ്മൾക്ക് കാണാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലസിലേക്ക് പോയി. മറാത്ത പാലസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെങ്കിലും ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് തഞ്ചാവൂരിലെ നായ്ക്കർ രാജവംശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് മറാത്തകൾ വന്ന് കീഴടക്കി അത് പിന്നീട് മറാത്ത പാലസായത്. കല്ലിൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ശില്പങ്ങൾ, പഴയ നാണയങ്ങൾ, അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അങ്ങനെ ഒരുപാട് കാണാനായിട്ട് ഈ കൊട്ടാരത്തിലുണ്ട്. അതുപോലെ തന്നെ വർണ്ണാഭമായ മേൽക്കൂര ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ. അതുപോലെ ഇതിനോട് ചേർന്നാണ് ബെൽ ടവർ. നായ്ക്കർ രാജാക്കന്മാരാണ് ഈ ബെൽ ടവർ നിർമ്മിച്ചത് അത്രേ. ഇതിന് 7 നിലകളാണ് ഉള്ളത്. പാലസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പാലസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 12:30 ആയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം ആയിരുന്നു. പിന്നെ നമ്മുടെ ഹോട്ടലാണെങ്കിലും ഈ പോകുന്ന വഴിയിലാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചും നടന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ 12:30ക്ക് നമ്മൾ ഹോട്ടലിൽ ഒരു 12:45 ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ അവിടെ ചെന്ന് വിശ്രമിച്ച്, പിന്നെ റൂമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. അത്യാവശ്യം വൃത്തിയുണ്ട്, ബാത്റൂമും വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാം. അത്രേ ദൂരമുള്ളൂ, 1 കിലോമീറ്റർ താഴെ ദൂരം വരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ സൈഡിൽ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബസ് സ്റ്റാൻഡാണ്. നമ്മൾ അതുപോലെ ജനലിൽ കൂടെ നോക്കിയാൽ നമുക്ക് ക്ഷേത്രഗോപുരം കാണാം. റൂം റെൻറ്റ് വരുന്നത് 12 മണിക്കൂറിന് 1200 രൂപ. ഈ ഹോട്ടലിൻ്റെ പേര് രാംനാഥ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ 4 മണിയായപ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട്. അപ്പം നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന സമയത്ത് ആ വഴിയിൽ നോക്കി കണ്ട 1-2 റെസ്റ്റോറൻറ്റിൽ കയറി പൂരിയോ മസാല ദോശ ചോദിച്ചപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആ സമയത്ത് തൈര് സാദം, മീൽസ് അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ നമ്മൾ വേറൊരു ചെറിയ കടയിൽ കയറിയിട്ട് സ്നാക്ക് കഴിക്കുകയാണ് ചെയ്തത്. വടയും ബജി അതൊക്കെ എന്നിട്ട് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ റോഡിൽ നിന്ന് നടന്ന് വരുമ്പോൾ തന്നെ ക്ഷേത്രഗോപുരമൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം കുറേ നാളായിട്ട് ആഗ്രഹിച്ച്, പിന്നെ നമ്മളിപ്പോൾ അവിടെ എത്തി എന്നുള്ള ഒരു വിശ്വാസം, ആ ബോധം നമ്മളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു അത്. എൻട്രൻസിൽ ഒരു കോട്ടവാതിൽ പോലെ, അതിനുശേഷം 2 ഗോപുരം, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ക്ഷേത്രം. ഈ ഗോപുരം കഴിയുമ്പോൾ നമുക്ക് ചെരുപ്പ്, ബാഗ് അതൊക്കെ വെക്കാനായിട്ട് ഒരു സംവിധാനമുണ്ട്. ചെരുപ്പ് വെക്കുന്നതിന് 1 രൂപയുള്ളൂ കേട്ടോ. ബാഗിന് 10-20 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്ന്. അപ്പോൾ അത് ആ ഒരു നമ്മളുടെ മുന്നിൽ കാണുന്ന ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും ധാരാളം ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ സമയത്ത് വലിയ നന്ദി വിഗ്രഹമാണല്ലോ, അവിടെ പൂജയും അർച്ചന, അഭിഷേകം അങ്ങനെ എന്തൊക്കെയോ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ജനങ്ങളിരിക്കുന്നുണ്ട് കേട്ടോ. ചിലവരിങ്ങനെ നാമം ജപിച്ചും ആ പൂജയിൽ പങ്കുകൊണ്ടിട്ട് ഒരുപാട് പേരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ക്ഷേത്രത്തിനകത്ത് ചെന്ന് തൊഴുത് പിന്നെ നമുക്ക് സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത്. ആ സൈഡിൽ കൂടെ ഇറങ്ങി പിന്നെ ക്ഷേത്രം ഒന്ന് റൗണ്ട് അടിച്ച്. അപ്പോൾ അത് റൗണ്ട് അടിക്കാൻ കുറച്ച് സമയം തന്നെ പിടിക്കും കേട്ടോ. ഒന്ന് കണ്ട് വീണ്ടും ഈ നന്ദിയുടെ അടുത്ത് വന്ന് പിന്നെ വീണ്ടും നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതായത് അത്രയും ശില്പചാതുര്യം, അതിലുള്ള ലിഖിതങ്ങൾ, അങ്ങനെ അന്ധകാലത്ത് പണിത ഒരു സംഭവമാണല്ലോ. അപ്പോൾ ആ ശില്പങ്ങളില്ലാത്തൊരു ഏരിയ ഇല്ലെന്ന് പറയാം. എന്താണത്, അത് പറയാൻ വാക്കുകളില്ല. അത്രയും വിസ്മയ കാഴ്ച തന്നെയാണ്. നിങ്ങൾ യാത്രകളും ചരിത്ര സ്മാരകങ്ങളും ശില്പങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് തഞ്ചാവൂർ ക്ഷേത്രം. വൈകുന്നേരം ആകുമ്പോൾ ചൂടൊന്നുമില്ലല്ലോ, അപ്പോൾ ആ സമയത്തായിരിക്കും ഈ ക്ഷേത്രം ഇത്ര ഭംഗിയോടുകൂടി കാണുന്നത്. ആ ദീപങ്ങളുമായിട്ടുള്ള കാഴ്ച അത്ര ഭംഗിയായിട്ട് ക്ഷേത്രം കാണാൻ പറ്റുന്നത് വൈകിട്ട് തന്നെയാണ്, സന്ധ്യയ്ക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നവർ ആ സമയവും കൂടെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് നോക്കുക. പിന്നെ ഞങ്ങളവിടെ 7:30 വരെ ചിലവഴിച്ചു. ശരിക്കും ആ ദീപാരാധന, സന്ധ്യാസമയത്തുള്ള ആ അലങ്കാര കാഴ്ചകൾ, ദീപങ്ങളായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച വല്ലാത്തൊരു അനുഭൂതി തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം 2-2.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ കൺകുളിർക്കുന്ന ഒരു ആശ്ചര്യ കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് അടുത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണ ഭവൻ, നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒരു റീസണബിൾ റേറ്റുമാണ്, നല്ല ഫുഡുമാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ അവിടുന്ന് ചപ്പാത്തി കുറുമയാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ദിവസം ഇവിടെ പൂർണ്ണമാവുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്നറിയാം, എങ്കിലും രണ്ടാമത്തെ ദിവസത്തെ കാര്യങ്ങളും കൂടെ പറയട്ടെ. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾ കുറച്ച് വൈകിയാണ് കേട്ടോ, 7 മണിക്കാണ് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് അടുത്തെത്താറായി. അപ്പോൾ അവിടെ കുറച്ച് പേര് നിന്നിട്ട് എന്തോ വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ പോലെ നമ്മളങ്ങനെ നേരിട്ട് ഞങ്ങളവർ വിളിച്ച്, അപ്പോൾ അവരൊരു സൂപ്പ് പോലത്തെ സംഭവം ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുക്കുകയാണ്, പേപ്പർ ഗ്ലാസ്സിൽ പോകുന്നവർക്കൊക്കെ. അപ്പോൾ എൻ്റെ മോനത് വാങ്ങിച്ചു, ഞങ്ങൾ 1 ഗ്ലാസ്സേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു സൂപ്പ് പോലെ, അതിൽ ഈ മല്ലിയിലയും കുരുമുളകൊക്കെ ഇട്ടിട്ട് അടിയിൽ അതിൻ്റെ തെനയാണെന്ന് തോന്നണം കേട്ടോ, തെന വേവിച്ചതിൻ്റെ സൂപ്പാണെന്നാണ് തോന്നണത്. പക്ഷെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു സൂപ്പ് കുടിക്കുമ്പോഴൊരു സുഖം, നല്ലൊരു ഹെൽത്തി സംഭവമായിട്ട് തന്നെ തോന്നി. എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ 1 ഗ്ലാസ്സേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും രാവിലത്തെ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച്, ആ ഒരു രാവിലെ ആണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സമയമാണ്, ചൂടൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ രാവിലത്തെ ഒരു ക്ഷേത്ര ഭംഗിയൊക്കെ ആസ്വദിച്ചും, തലേദിവസം വൈകിട്ട് കണ്ടതാണെങ്കിലും ആ പ്രഭാതത്തിൽ കാണുന്ന ഒരു കാഴ്ച അതും വളരെ മനോഹരമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലിങ്ങനെ ആവാഹിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ രാവിലത്തെ ദർശനത്തിന് ശേഷം നമ്മൾ പ്രഭാത ഭക്ഷണത്തിനായി അടുത്തുള്ള ശ്രീകൃഷ്ണ ഭവനിൽ വന്ന്. അപ്പോൾ അവിടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ രാവിലത്തെ. അതിലെന്തൊക്കെയുണ്ടെന്ന്, ഒരു ഇഡ്ഡലി ഉണ്ട്, ഒരു പൂരി, ഒരു വട, പിന്നെ പൊങ്കലുണ്ട്, പിന്നെ സാമ്പാർ, 2-3 തരം ചട്നികൾ, പിന്നെ പൂരിക്ക് പൂരി മസാല, അത് കൂടാണ്ട് പിന്നെ ഒരു പ്ലെയിൻ ദോശ, പിന്നെ ഒരു കോഫി, ഇത്രയും വേണ്ടി കേട്ടോ. അപ്പോൾ 120 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊരു നന്നായിട്ട് തോന്നി. ഈ ശ്രീകൃഷ്ണ ഭവനോട് ചേർന്നിട്ടൊരു സ്റ്റോളുണ്ട് കേട്ടോ, അതായത് തഞ്ചാവൂർ കരകൗശല വസ്തുക്കളാണ്. അതിൽ തഞ്ചാവൂർ ബൊമ്മകൾ, പിന്നെ തഞ്ചാവൂർ പട്ട്, അതുപോലെ പല പാത്രങ്ങൾ, ബ്രാസിലുള്ള പാത്രങ്ങൾ, അങ്ങനെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒറ്റ ഇതാണെന്നാണ് തോന്നുന്നത്, ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇത്ര രൂപക്ക് കഴിച്ചാൽ അതിൻ്റെ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ, അങ്ങനെയുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കാണുകയാണ്.
തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് വീണ്ടും നടന്നു വന്ന് റൂം വെക്കേറ്റ് ചെയ്താണ്. സമയം ഉണ്ടായിരുന്നു 12 മണിയൊക്കെയാണ് സമയം. സാരി എടുക്കണമായിരുന്നു തഞ്ചാവൂർ സിൽക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അത്ര അധികം സമയമൊന്നും പിടിച്ചില്ല, പെട്ടെന്ന് തന്നെ സാരി എടുത്ത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതെല്ലാം നമുക്കിനി വൈകിട്ടത്തെ ട്രെയിൻ 6 മണിക്കാണല്ലോ, അപ്പോൾ സമയം കുറേ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ 1-2 സ്ഥലങ്ങൾ ഓർത്തിരുന്നെങ്കിലും, ക്ഷേത്രങ്ങളാണ് പോകാൻ ഓർത്തിരുന്നെങ്കിലും, പക്ഷേ സമയം കിട്ടൂല, ട്രെയിനൊന്നും കിട്ടില്ല എന്ന് ഓർത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് കാമാക്ഷി ടെമ്പിളിൽ പോവുകയാണ് ചെയ്തത്. കാമാക്ഷി ടെമ്പിളിൽ പോയി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് പോരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നീന്ന് ഒരാൾ വിളിച്ച്, അപ്പോൾ അന്ന് അവിടെ ക്ഷേത്രത്തിന് പുറകിൽ അന്നദാനമുണ്ട്, അത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു 11 മണിയാ അങ്ങനെ എന്തോ ആയിരുന്നു സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അന്നദാനം, അതായത് പച്ചരിച്ചോറും സാമ്പാറും അങ്ങനെയുള്ളത്, അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ നടന്നത്. വീണ്ടും നടന്ന് നമ്മൾ എത്തുന്നത് വീണ്ടും നമ്മുടെ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ മതിൽ, അവിടെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ റൂട്ടൊക്കെ ഒന്നും കൂടി ക്ലിയറായി. ഈ കാമാക്ഷി ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് മറന്നുപോയി. ഒരുപാട് ക്ഷേത്രങ്ങൾ, കോവിലുകൾ നമുക്ക് ഒരുപാട് കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ തിരിച്ച് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ആ സൈഡ് ഈ കോമ്പൗണ്ട് വാള് വലിയ കുറേ ഏക്കർ കണക്കിന് കിടക്കുന്നുള്ളൂ. അപ്പോൾ ആ സൈഡിൽ കൂടി തന്നെ നമ്മൾ നടന്ന് അങ്ങനെ പോയപ്പോഴാണ് മയിലുകൾ, ഒരു 4-5 മയിലുകൾ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അത് കണ്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് വീണ്ടും ഒരു 10ഓളം മയിലുകൾ ഒന്നിച്ച് വരുന്നത്. അപ്പം ആ കാഴ്ച കുറേ നേരം അങ്ങനെ നമ്മൾ ഈ മയിലുകളെയൊക്കെ നോക്കി ഒരുപാട് സമയം എടുത്തിട്ട് ഏകദേശം 1.5 മണിക്കൂർ പോയി തോന്നുന്നു ആ കാഴ്ച കണ്ടപ്പോൾ. അങ്ങനെ നിന്ന് നടന്ന് വീണ്ടും എത്തിയത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ അപ്പോൾ ഫ്രണ്ടിലോട്ട് കയറിയപ്പോഴാണ് നമ്മളെ അവിടെ കുറച്ച് പേരിങ്ങനെ വിളിക്കുന്നത്. അവിടെ എന്തോ ഒരു നേർച്ച വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ നമ്മളെയും വിളിച്ചപ്പോഴാണ് സാമ്പാർ സാധമാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ കൊടുക്കുന്നത്. കണ്ടപ്പോൾ കഴിക്കണ്ടേ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നെങ്കിലും അവർ എടുത്ത് കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിച്ച് പിന്നെ അവിടെ വീണ്ടും നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്പലത്തിലേക്ക് ഒന്നും കൂടെ എൻ്റെ ഫ്രണ്ട് വരെയൊക്കെ ഉള്ളിലേക്കൊന്ന് കയറിയൊക്കെ നോക്കി കുറച്ച് സമയം. അപ്പോഴേക്കും സമയം 2 മണിയായി. നമ്മൾക്ക് വൈകിട്ടത്തെ ട്രെയിൻ 6 മണിക്കാണ്. അപ്പോൾ വീണ്ടും സമയമുണ്ട്. പിന്നെ അവിടെ ഒരു ബേർഡ്സ് സാങ്ച്വറി അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അപ്പോൾ അതിലേ കയറാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പിന്നെ ഒരു ചാറ്റൽ മഴ വന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നടന്ന് പോയപ്പോഴാണ് തഞ്ചാവൂർ മ്യൂസിയം. അങ്ങനെ മ്യൂസിയത്തിൽ കയറി. അതും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ കാണാനുണ്ട്. അങ്ങനെ തഞ്ചാവൂർ മ്യൂസിയം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെയും അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെയും നമുക്ക് 2 മണിക്കൂറുണ്ട്. കാരണം ട്രെയിൻ 6:05 അങ്ങനെ എന്തോ ആണ്, 6 മണിക്ക് ശേഷമാണ്. കറക്റ്റ് ടൈം ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് വളരെ സാവധാനം ഉണ്ടായി ഞാനും മോനും കൂടെ നടന്ന് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷൻ എത്തുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു ചെറിയ ഒരു കടയിൽ നിന്ന് ഒരു ഫിൽറ്റർ കോഫി കുടിച്ച്. വിശപ്പൊന്നുമില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് 2 ലഞ്ചൊക്കെ കഴിച്ചതാണല്ലോ, അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫിൽറ്റർ കോഫിയൊക്കെ കഴിച്ച് പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നമുക്ക് ഫ്രഷ് ആവാനുള്ള, പൈസ കൊടുത്തിട്ട് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബാത്റൂമെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ രാത്രി ഭക്ഷണം ട്രെയിൻ തിരിച്ചു പോരുമ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ ഒരു 10 മിനിറ്റ് ഇടും എൻജിൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ചപ്പാത്തിയും കുറുമയും വാങ്ങി കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ തഞ്ചാവൂർ യാത്രയെപ്പറ്റി പറയുന്നത് വളരെ മനോഹരമായ സന്തോഷം നിറഞ്ഞൊരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാലാവസ്ഥ നോക്കി വേണം പോകാനായിട്ട്. അവിടെ ചൂടുള്ള സമയത്ത് പോവാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു ദിവസം കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കാഴ്ചകളൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചും എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ വൈകിട്ടുള്ള ട്രെയിൻ അവിടെ നിന്ന് 6 മണിക്ക് ആയതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകളൊന്നും അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടാണ്, പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
രണ്ട് ചിത്രങ്ങളിൽ നിന്ന് ഒരെണ്ണം മാത്രം വേർതിരിച്ചെടുക്കുന്ന ടെക്നോളജിയിലൂടെ